ബി.ജെ.പിയുടെ പുതിയ പ്രസിഡന്റായി നബീൻ വന്നിരിക്കുകയാണ്. എന്തെല്ലാമാണ് പുതിയ പ്രതീക്ഷകൾ? ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല പ്രതീക്ഷയാണ്. കാരണം ഇതൊരു കുടുംബ പാർട്ടിയല്ല, ഒരു ഹൈക്കമാൻഡ് തീരുമാനത്തിലുള്ള പാർട്ടിയും അല്ല. 46 വയസ്സേ ഉള്ളൂ ഈ നവീൻ എന്ന് പറയുന്ന യുവാവിന്. അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാറിൻ്റെയും വിജയം. അവർ താഴേക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ കൂടി വന്ന് ഭാരതത്തിൻ്റെ ആ ഒരു പൈതൃകത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് കുടുംബ മഹിമയല്ല, പ്രവർത്തന പാരമ്പര്യവും കഴിവുമുണ്ടെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്താമെന്നുള്ളതിനൊരു തെളിവാണ് നവീൻ എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ബീഹാറിൽ നിന്ന് 46 വയസ്സുള്ള ഈ ചെറുപ്പക്കാർ. അതാണ് വിത്ത് ഡിഫറൻസ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത്. എല്ലാത്തിനും പുതുമയാണ്. കോൺഗ്രസ് അതല്ല. കോൺഗ്രസ് ഒരു കുടുംബത്തിൽ നിന്ന് ഹൈക്കമാൻഡ് നിയമനങ്ങളാണ്. അവിടെ സുതാര്യമായ ജനാധിപത്യ തിരഞ്ഞെടുപ്പില്ല. ഇത് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുള്ള 14 സംസ്ഥാനത്ത് നിന്ന് വരണാധികാരി പത്രിക മേടിച്ച് ആ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു തിരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. ആ തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം 5 പ്രാവശ്യം ബീഹാറിലെ ഒരേ മണ്ഡലത്തിൽ നിന്ന് സ്ഥിരമായിട്ട് ജയിക്കുന്ന യുവാവാണ്. 23-ാമത്തെ വയസ്സിൽ ബീഹാറിൽ അസംബ്ലിയിൽ വന്ന യുവമോർച്ചയുടെ ഈ നേതാവ് ഇന്ന് റൂളിംഗ് പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡൻ്റായിട്ട് നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലെ തന്നെ നമുക്ക് നോക്കാം. ഗ്രാമപഞ്ചായത്ത് വിഷയങ്ങൾക്ക് വേണ്ടി ഒരു പഞ്ചായത്ത് രൂപീകരിച്ചു കോൺഗ്രസ് എറണാകുളത്ത്. അവിടെ അദ്ദേഹം വന്നു. വിശ്വ പൗരനെന്ന് പറയുന്നു, നല്ല എഴുത്തുകാരനാണ്, നല്ലൊരു പാർലമെൻറ്റേറിയനാണ്, ഐക്യരാഷ്ട്രസഭയുടെ മുൻ സെക്രട്ടറി, അസിസ്റ്റൻറ്റ് ജനറലാണ്. അദ്ദേഹം പോയിട്ട് ഒന്ന് കൈ കൊടുക്കുവാൻ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവും മുൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമായ രാഹുലിന് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലുള്ള അന്തരം. ആർക്കും ഇന്ത്യയുടെ ഭരണപാർട്ടിയുടെ സ്ഥാനത്തെത്താം, ഉന്നത പദവിയിലെത്താമെന്നുള്ളതിൻ്റെ തെളിവ് കുടുംബ മാഹാത്മ്യത്തിനപ്പുറം ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നവർക്ക് കഴിവ് കൊടുക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ നവീൻ്റെ ദേശീയ പ്രസിഡൻ്റായിട്ട് അവരോധിക്കുന്നത്. അല്ല, ഈ മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നു, ഇപ്പോൾ പഴയ പ്രസിഡൻ്റായാലും ഈ നരേന്ദ്രമോദിക്കും അതോടൊപ്പം തന്നെ അമിത്ഷായ്ക്കും കീഴിൽ നിൽക്കുന്നവരെ മാത്രമേ ദേശീയ പ്രസിഡൻ്റായി കൊണ്ടുവരികയുള്ളൂ എന്നൊരു വിമർശനം നിലനിൽക്കുന്നുണ്ടെന്ന്. അത് അവരുടെ നേതാക്കൾ പഞ്ചത്തിനെക്കുറിച്ച് അവർ ആക്ഷേപിക്കുന്നതാണ്. ഇപ്പം വാജ്പേയി ഉണ്ടായിരുന്നു, അദ്വാനി ഉണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞ എന്താ, വാജ്പേയിയുടെ അദ്വാനിജിയുടെയും കാലം കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി 0 എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാം നിര നേതാക്കളെ വളർത്തിയെടുത്തിട്ടില്ലേ? അരുൺ ജെയ്റ്റ്ലി വന്നു, പ്രമോദ് മഹാജൻ വന്നു, സുഷമ സ്വരാജ് വന്നു. അവരും വന്നു നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു. അഴിമതിയില്ല, നല്ല പ്രവർത്തിക്കുവാൻ കഴിവുള്ള, ഭരണത്തിനായാലും പ്രവർത്തനത്തിലായാലും നല്ല ബ്രെയിനുകൾ അവർ ഉപയോഗിച്ചു. അവരുടെ കാലം കഴിഞ്ഞപ്പോഴെന്താ പറഞ്ഞത് കോൺഗ്രസ്സുകാർ ആക്ഷേപിച്ചത്? ഈ ഒരു നേതൃത്വ നിര കഴിഞ്ഞാൽ ഇനി ബി.ജെ.പിയിൽ ആരുമില്ല. 3-ാം ടേമിലല്ലേ സംഘടനാ സെക്രട്ടറി ആയിരുന്ന നരേന്ദ്രമോദിയെ കേശുഭായ് പട്ടേൽ വിഷയം ശങ്കർ സിംഗ് വഗേലയുമായിട്ട് ഗുജറാത്തിൽ വന്നപ്പോൾ അവിടെ മുഖ്യമന്ത്രിയായിട്ട് അവരോധിച്ചത്? പക്ഷേ ഇതിൻ്റെ പിറകിലെല്ലാം രാഷ്ട്രീയ സ്വയംസേവാ സംഘം എന്ന് പറയുന്ന ആ മഹത്തായ സംഘടനയുടെ ഒരു കയ്യൊപ്പ്, സിഗ്നേച്ചറുണ്ട്. അതിന് സംശയമില്ല. ആര് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകണം, ഭാരതത്തിൻ്റെ കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ 14 കോടി മെമ്പർഷിപ്പുള്ള ഈ പാർട്ടിയുടെ അധ്യക്ഷൻ ആരാകണമെന്ന് നാഗപ്പൂരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും, ഇല്ല എന്ന് പറയുന്നില്ല. ഇനി ഈ പ്രസിഡന്റിനെ കാത്തിരിക്കുന്ന പല ഇലക്ഷനാണ്. ബംഗാൾ, അതോടൊപ്പം തന്നെ ആസാം, കേരളം അടക്കം തമിഴ്നാട്, ഈ പല സ്ഥലങ്ങളിലെ ഇലക്ഷൻ വരുന്നുണ്ട്. ബി.ജെ.പിക്ക് സ്വാധീനമില്ലാത്ത ഇടങ്ങളിലേക്കാണ് ഈ ഇലക്ഷൻ പോകുന്നത്. വളർന്നു വരുന്നുണ്ട്, പക്ഷേ സ്വാധീനമില്ല. ആ സ്ഥലങ്ങളിൽ വിജയിക്കാൻ കഴിയുമോ പുതിയ പ്രസിഡന്റിന്? തീർച്ചയായിട്ടും കഴിയും. ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗമായ ഭാരതീയ ജനതാ യുവമോർച്ച, BJYMൻ്റെ സൗത്ത് ഇന്ത്യയുടെ ചാർജ് ഉണ്ടായിരുന്നു പുള്ളിക്ക് പ്രസിഡൻ്റായിരുന്ന സമയം. നരേന്ദ്രമോദിജിക്ക് യുവമോർച്ചയുടെ ചാർജ് സംഘടനാ സെക്രട്ടറി ഉണ്ടായിരുന്നപ്പോൾ ഈ നമ്മുടെ നിതിൻ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ചയ്ക്ക് പ്രവർത്തിക്കുവാൻ പോയ വ്യക്തിയാണ് ബീഹാറിൽ. അന്ന് സെക്രട്ടറി ആയിരുന്ന സമയത്ത് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ചാർജായിരുന്നു ഈ പ്രസിഡൻറ്റിന്.
അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഇവിടുത്തെ സാധാരണ പണ്ടുണ്ടായിരുന്ന യുവമോർച്ചക്കാരെല്ലാം ഇന്ന് BJP-കാരാണ്. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വൻ വിജയമുണ്ടായി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലും തമിഴ്നാട്ടിലും വേരുറപ്പിക്കണം. അതിന് യുവാവ് യങ് ആയിട്ടുള്ള ഭരണ നൈപുണ്യമുള്ള ഇന്ത്യൻ കൾച്ചറും സംസ്കാരവുമുള്ള ഒരു സാധാരണക്കാരായ ഒരു പ്രവർത്തകൻ ഇന്ത്യയുടെ റൂളിംഗ് പാർട്ടിയെ നയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഇദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അത് സൗത്ത് ഇന്ത്യയുടെ ഈ വരുന്ന ഇലക്ഷൻ കണ്ടുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ നിയമനം എന്നുള്ളത് 101% കറക്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നു. കാരണം ബീഹാറിൽ അവിടെ എത്തുവാൻ പറ്റാത്ത മേഖലകളിൽ BJP-യെ അടുപ്പിക്കാതിരുന്ന ഒരു കാലഘട്ടം അവിടെ ജനസംഘം ഉണ്ടായിരുന്നപ്പോൾ ജഗൽജീവൻ റാമോ നീലം സജീവ് റെഡ്ഡിയോ ഇങ്ങനത്തെ പല പല കോൺഗ്രസിൻ്റെ പഴയകാല നേതാക്കൾ ജനസംഘത്തെ ബീഹാറിൽ അടുപ്പിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് 80-ൽ ഭാരതീയ ജനതാ പാർട്ടി വന്നപ്പോഴും അവിടെ അടുപ്പിച്ചിട്ടില്ല. അവിടുത്തെ സോഷ്യലിസ്റ്റുകൾ അവിടെ ഘടകകക്ഷിയായിരിക്കാം, ജോർജ് ഫെർണാണ്ടസിനെ പോലുള്ളവർ, നിതീഷ് കുമാറിനെ പോലുള്ളവർ, ശരത് യാദവിനെ പോലുള്ളവർ. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കുവാൻ ബീഹാറിൽ ഇവരാരും തുനിഞ്ഞിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഘടകകക്ഷികളായിട്ട് ആനുകൂല്യങ്ങൾ പറ്റുക മാത്രയും സംസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് മുതിരുകയും ചെയ്യുന്നതും പാർട്ടി വളർത്തുന്നതും അല്ലാതെ അവിടെ ആരും BJP-യെ വളർത്തിയിട്ടില്ല. ഈ 25-കാരനായി 4 ടൈം MLA ആയ ഈ നവീനാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബീഹാറിൽ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ പ്രചാരകനായിരുന്നത് പ്രധാനമന്ത്രിയെക്കാളും ബീഹാറിൽ ഈ നവീൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. ബീഹാറിലും ആസാമിലും തമിഴ്നാട്ടിലും കേരളത്തിലും പ്രത്യേകിച്ച് ആസാമിൽ ഭരണം നിലനിർത്തണം, ബംഗാളിൽ ഭരണം പിടിക്കണം, തമിഴ്നാട്ടിൽ ഘടകകക്ഷികളോട് പിന്തുണയോടുകൂടി അധികാരത്തിൽ വരണം. ഇത്തരം നീക്കങ്ങൾ, ഇത്തരം വിജയങ്ങൾ കൊണ്ടുവരാൻ പുതിയ പ്രസിഡന്റിന് കഴിയുന്നു. തീർച്ചയായിട്ടും കഴിയും. പുതിയ പ്രസിഡന്റാണ് തമിഴ്നാട്ടിലുള്ള. ബംഗാളിൽ പല അമിത്ഷാ ശ്രമിച്ചിട്ടുണ്ട്, നഡ്ഡ ശ്രമിച്ചിട്ടുണ്ട്. ഇവരെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. അവർക്ക് അധികാരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് പഴയ യുവമോർച്ചയിൽ ഉണ്ടായിരുന്നപ്പോൾ ഫുൾ ടൈമറായിരുന്ന് നടന്ന സ്റ്റേറ്റ് ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ പട്ടാളി മക്കൾ കക്ഷി രാംദാസ് തമിഴ്നാട്ടിൽ, അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന സുഹൃത്ത് ബന്ധമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമാ നടനായി വരുന്ന വിജയുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള യുവ നേതാവാണ് നാളെ അവരോധിക്കുവാൻ പോകുന്ന പുതിയ പ്രസിഡന്റ്. ബംഗാളിലുള്ള നേതാക്കളുമായിട്ട് നല്ല തൃണമൂൽ കോൺഗ്രസ്സിലുള്ള പഴയ നിർമ്മൽ ചക്രവർത്തി പോലുള്ള പഴയകാല കുടുംബ പാരമ്പര്യമുള്ളവരുമായിട്ട് നല്ല ബന്ധമാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റിന് വരുവാൻ കഴിയുന്നത്. എന്തിനേറെ പറയുന്നു, കേരളത്തിലെ പഴയകാല SFI-ക്കാരും ഈ നമ്മുടെ പുതിയ പ്രസിഡന്റുമായിട്ട് കേരളത്തിൽ നല്ല ബന്ധമാണ്. അപ്പോൾ പാർട്ടി ഉദ്ദേശിക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനത്തിനപ്പുറം പഴയകാല സുഹൃത്ത് ബന്ധങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെയും DMK-ക്കാരെയും ബംഗാളിലുള്ള പഴയ ബംഗ്ലാ കോൺഗ്രസും TMC-യിലുള്ളവരെയും CPM-ലുള്ളവരെയും നമ്മുടെ പുതിയ പ്രസിഡന്റിനെ ആകർഷിക്കുവാൻ കഴിയും. ഒരു യുവജനത്തിൽ കൂടി രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെ ശാഖ വഴി, അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് വഴി, യുവമോർച്ച വഴി, സ്റ്റേറ്റിൻ്റെ ബീഹാറിൻ്റെ BJP ഘടകമായി പാർലമെൻ്ററി ജനാധിപത്യത്തിൽ 5 ടൈം MLA ആയി വന്നൊരു വ്യക്തിക്ക്, തഴക്കവും പഴക്കവുമുള്ള ഒരു വ്യക്തിക്ക് ഇനി മറ്റാൾക്കാരെ സ്വാധീനിക്കുവാൻ പ്രത്യേകിച്ചൊരു പ്രത്യേക കൺവെൻഷൻ്റെയോ പാർട്ടി ക്ലാസിൻ്റെയോ ആവശ്യമില്ല. ഇദ്ദേഹം അമിത്ഷായെ പോലെ പ്രസിഡൻ്റായിരുന്നപ്പോൾ നമ്മുടെ ഇപ്പോഴിരിക്കുന്ന നദ്ദാജി ഇരിക്കുന്ന പോലെ നല്ല രീതിയിൽ ശോഭിക്കുന്ന ഒരു പ്രസിഡൻ്റായിട്ട് നവീൻജി മാറും. അതിനതൊരു സംശയമില്ല. സൗത്ത് ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു സിഗ്നേച്ചർ ഇതേ പ്രസിഡന്റ് അവരോധത്തോടുകൂടി ഉണ്ടാക്കുവാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.